ദൈവവചനം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകർന്നു നൽകാൻ നിരന്തരം പരിശ്രമിക്കുക. അധികാരികളുടെ അപ്രമാദിത്വങ്ങളെയും ചൂഷണങ്ങളെയും ചോദ്യം ചെയ്യുക. ചങ്ങാതിയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് നീണ്ട പീഡാസഹനങ്ങളുടെ കടന്നു പോവുക. ഒടുവിൽ പങ്കുവച്ച വചനത്തെ പ്രതി കൊല ചെയ്യപ്പെടുക. പറഞ്ഞു വരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് കരുതിയെങ്കിൽ ചെറിയൊരു തിരുത്തുണ്ട്. ബൈബിളിനെ അതിന്റെ മൂലഭാഷയിൽ നിന്ന് സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് നേരിട്ട് മൊഴിമാറ്റം നടത്തിയതിന്റെ പേരിൽ ചുട്ടെരിച്ച് കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യനിലേക്കുള്ള സൂചനകളാണിവ. ബൈബിൾ പരിഭാഷകളുടെ ചരിത്രം പഠിക്കുമ്പോൾ, പാരമ്പര്യ ഭാഷകളെ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ, ദൈവാരാധന വിട്ട് ഭാഷാരാധന എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുമ്പോൾ നിശ്ചയമായും ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട വ്യക്തിയാണ് വില്യം ടിൻഡെയിൽ. മാനവ ചരിത്രത്തെയും സാഹിത്യത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകമില്ല. ഏകദേശം 4000 ഭാഷകളിലേക്കാണ് ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ടതും ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ടിട്ടുള്ളതുമായ കൃതിയും ബൈബിൾ തന്നെ. ബൈബിളിന്റെ പഴയ നിയമം ഹീബ്രുവിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതിയിട്ടുള്ളത്. ആ ഭാഷകളിൽ നിന്നും നേരിട്ട് ഒരു വിവർത്തനം, അതുമല്ലെങ്കിൽ ഒറിജിനലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ എന്ന ആശയത്തിന് ആധുനിക കാലത്ത് എന്തെങ്കിലും പുതുമയോ പ്രത്യേകതയോ അവകാശപ്പെടാനില്ലായിരിക്കാം. എന്നാൽ മൂലഭാഷയിൽ നിന്നും ബൈബിളിന്റെ ഒരു ചെറിയ ഭാഗം പോലും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്താൽ അത് മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റകൃത്യമായി കരുതിയിരുന്ന കാലത്തിലാണ് വില്യം ടിൻഡെയിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെ നിബ്ലി എന്ന ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ 1494 വില്യം ടിൻഡെയിലിന്റെ ജനനം. പഠനത്തിൽ സമർത്ഥനായിരുന്ന വില്യം ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലുമായിട്ടാണ് തന്റെ ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കിയത്. ഭാഷാ പഠനത്തിലും താല്പര്യം പുലർത്തിയിരുന്ന വില്യം ലത്തീനും ഗ്രീക്കുമടക്കം 7 ഭാഷകളിൽ തന്റെ നിപുണത പ്രകടമാക്കി. പണ്ഡിതനും പരിഭാഷകനും എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട വില്യമിനെ കുറിച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്ന അഭിപ്രായം കളങ്കരഹിതമായ ജീവിതം നയിക്കുന്ന നന്മ നിറഞ്ഞ യുവാവ് എന്നതായിരുന്നു. ഓക്സ്ഫോർഡിലായിരിക്കുമ്പോൾ തന്നെ ബൈബിൾ പഠനത്തിലും ടിൻഡെയിലിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ബൈബിൾ അത്ര സുലഭമല്ലാത്ത കാലമായിരുന്നു അത്. അന്ന് സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീനിലായിരുന്നു പ്രധാനമായും ബൈബിൾ ലഭ്യമായിരുന്നത്. 1382 ജോൺ വൈക്ലിഫ് ലത്തീൻ പതിപ്പായ വുൾഗാത്തയിൽ നിന്നും ബൈബിളിന്റെ ഇംഗ്ലീഷ് തർജ്ജമ പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ മാത്രമാണ് ലഭ്യമായിരുന്നത്. അതിൽ ഉപയോഗിച്ചിരുന്നതാകട്ടെ പഴയകാല ഇംഗ്ലീഷ് വാക്കുകളും ലത്തീൻ പദങ്ങളുമായിരുന്നു. അതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സാധാരണ ജനത്തിന് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല. വേദപുസ്തകം കയ്യിൽ വെച്ചിരുന്ന പുരോഹിതൻ നൽകിയ ദൈവവചന വ്യാഖ്യാനങ്ങളാകട്ടെ പലപ്പോഴും യഥാർത്ഥ സത്യത്തിൽ നിന്നും മനുഷ്യരെ അകറ്റി നിർത്തുകയും ചെയ്തു. ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള താക്കോൽ ബൈബിൾ വചനമാണെന്ന് വിശ്വസിച്ച ടിൻഡെയിൽ സാധാരണക്കാർക്കും അത് ലഭ്യമാക്കണമെന്ന് അഭിലഷിച്ചു. അതിനായി ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിൽ നിന്നും ബൈബിൾ നേരിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഇംഗ്ലീഷ് ജനതയ്ക്ക് ദൈവസ്വരം നേരിട്ട് കേൾക്കാനും അനുഭവിക്കാനും അതുവഴി സാധിക്കുമെന്ന് ടിൻഡെയിൽ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ യൂറോപ്പിലെ അന്നത്തെ മത രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത്തരമൊരു ഉദ്യമത്തിന് കൊടുക്കേണ്ടി വരുന്ന വില സ്വജീവനായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ടിൻഡെയിലിന് തന്റെ ആഗ്രഹത്തെ ഉള്ളിൽ കുരുക്കിയിടാൻ മാത്രമേ സാധിച്ചുള്ളൂ. പഠനത്തിനു ശേഷം 1521 സോഡ്ബെറിയിലെ ജോൺ വാൽഷ് പ്രഭുവിന്റെ കുടുംബത്തിൽ ആത്മീയ ഉപദേഷ്ടാവായും കുട്ടികളുടെ അധ്യാപകനായും വില്യം ടിൻഡെയിൽ നിയമിതനായി. ബൈബിളിനെ കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങൾ പ്രഭുവിനോടും പത്നിയോടും പങ്കുവച്ചപ്പോൾ അവർ വാഗ്ദാനം ചെയ്ത പിന്തുണയും പ്രോത്സാഹനവും ടിൻഡെയിലിന്റെ മോഹങ്ങൾക്ക് ചിറകുകൾ നൽകി. അപ്പോഴും അധികാരികളുടെ അനുമതി എങ്ങനെ സ്വന്തമാക്കുമെന്നത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിച്ചു. സമ്പന്നമായ വാൽഷ് കുടുംബത്തിലെ ആഘോഷങ്ങളിൽ സഭാ അധികാരികളും രാജാവിന്റെ വിശ്വസ്തരും പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു. അത്തരമൊരു സായാഹ്നത്തിൽ ടിൻഡെയിൽ തന്റെ ആഗ്രഹം ഏതാനും പുരോഹിതരുടെ മുൻപിൽ അവതരിപ്പിച്ചു. ദൈവവചനത്തെക്കാൾ മാർപ്പാപ്പയുടെ കൽപ്പനകളും വ്യാഖ്യാനങ്ങളുമാണ് പ്രധാനം എന്ന് കരുതിയിരുന്ന അവരാകട്ടെ ആ ആശയത്തെ നഖശിഖാന്തം എതിർത്തു. അവരുടെ മുൻപിലാണ് ടിൻഡെയിൽ പ്രശസ്തമായ ആ പ്രസ്താവന നടത്തിയത്. പോപ്പിന്റെ കൽപ്പനകളെ ഞാൻ തള്ളിക്കളയുന്നു. ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തന്നാൽ പാടത്ത് കലപ്പ ഉന്തുന്നവന് നിങ്ങളെക്കാൾ ആഴത്തിൽ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കുവാൻ ഞാൻ അവസരമൊരുക്കും. സഭാധികാരികളുടെ അനുഗ്രഹ ആശിസ്സുകളോടെ തർജ്ജമ നടത്താൻ ആഗ്രഹിച്ച ടിൻഡെയിൽ രാജാവിന്റെ ഉപദേശക വൃന്ദത്തിലെ ഒരംഗവും സാഹിത്യത്തിൽ പ്രാവീണ്യം പുലർത്തുകയും ചെയ്തിരുന്ന ലണ്ടനിലെ ബിഷപ്പായിരുന്ന കുത്ബർട്ട്
ടൺസ്റ്റലിന് ചെന്ന് കാണുവാൻ തീരുമാനിച്ചു. ടിൻഡേലിന്റെ എഴുത്തുകളിൽ ആകൃഷ്ടനായെങ്കിലും പ്രാദേശിക ഭാഷയിലേക്കുള്ള ബൈബിളിന്റെ ഭാഷാന്തരം എന്ന പദ്ധതിക്ക് ബിഷപ്പ് ചെങ്കൊടി കാണിച്ചതോടെ ആ യാത്രയും വിഫലമായി. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ ലണ്ടനിൽ തന്നെ തുടരുവാൻ ടിൻഡേൽ തീരുമാനിച്ചു. ആ കാലയളവിൽ ലണ്ടനിലെ വിവിധ ദേവാലയങ്ങളിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുകയും ജനമനസ്സുകളിൽ ഒരിടം സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ ആ നേട്ടങ്ങളൊന്നും സഭയുടെ അംഗീകാരമാക്കി പരിവർത്തനപ്പെടുത്തുവാൻ ടിൻഡേലിന് സാധിച്ചില്ല. ലണ്ടനിൽ വെച്ച് പരിചയപ്പെട്ട ഹംഫ്രി മോൺമൗത്ത് എന്ന വസ്ത്രവ്യാപാരി വഴിയാണ് ടിൻഡേലിന്റെ മുൻപിൽ ഒരു സാധ്യത തുറന്നു കിട്ടുന്നത്. ജർമ്മനിയിലേക്ക് കടക്കുക, ഭീതികളില്ലാതെ പരിഭാഷ നിർവഹിക്കുക, അച്ചടിച്ച കോപ്പികൾ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുക, അതൊരു സുവർണ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ ടിൻഡേൽ മോൺമൗത്തിന്റെ സഹായത്തോടെ 1524 ജർമ്മനിയിൽ എത്തിച്ചേർന്നു. പിന്നീട് വിറ്റൻബർഗിലിരുന്ന് സ്വന്തം ജീവരക്തം കൊണ്ട് വേദഗ്രന്ഥത്തിന്റെ മൊഴിമാറ്റം ആരംഭിച്ചു. എഴുതുന്ന ഓരോ വാക്കും തന്റെ ജീവനെ മരണത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണെന്ന ഉറച്ച ബോധ്യത്തോടെ 1525 ജൂലൈയിലാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നും നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ടിൻഡേൽ വിവർത്തനം ചെയ്ത ബൈബിളിന്റെ പുതിയ നിയമം അച്ചടിമഷി പുരണ്ടത്. ജർമ്മനിയിലെ കൊളോണിലുള്ള പീറ്റർ ഷോഫർ എന്ന പ്രസാധകന്റെ സഹായത്തോടെയാണ് ഈ ലക്ഷ്യം സഫലീകരിച്ചത്. അക്കാലത്ത് പ്രിന്റിംഗ് എന്നത് ഏറെ ദുഷ്കരവും സമയദൈർഘ്യവും ആവശ്യമുള്ള ഒരു പ്രക്രിയയായിട്ട് പോലും ആദ്യ വർഷത്തിൽ തന്നെ ടിൻഡേൽ ബൈബിളിന്റെ 6000 കോപ്പികളാണ് അച്ചടിച്ച് പുറത്തിറക്കിയത്. അവയെല്ലാം തന്നെ ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കുള്ള തുണിത്തരങ്ങളുടെ കെട്ടുകളിൽ ഒളിപ്പിച്ച് ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചു. ഈ ദൗത്യം വിജയകരമായി നടപ്പിലാക്കാൻ നിരവധി പേർ സ്വന്തം ജീവനെ പോലും അപകടത്തിലാക്കി ടിൻഡേലിനൊപ്പം നിന്നു എന്നത് ചരിത്രമാണ്. ലളിതവും ആധുനിക ഇംഗ്ലീഷിനോട് ചേർന്ന് നിൽക്കുന്നതുമായ പദങ്ങളാലും ശൈലികളാലും സൃഷ്ടിക്കപ്പെട്ട ടിൻഡേൽ ബൈബിൾ ഉള്ളടക്കത്തിൽ മാത്രമല്ല ബാഹ്യരൂപത്തിലും പുതുമ പുലർത്തിയിരുന്നു. ഒരു പോക്കറ്റിൽ കൊള്ളാൻ മാത്രം ചെറുതായിരുന്ന അതിന്റെ അരികളവുകൾ ഒളിപ്പിച്ചു കടത്താനും എപ്പോഴും എവിടെയും കയ്യിൽ കരുതി വായിക്കാനും ഒതുങ്ങുന്ന രീതിയിലാണ് ആ അളവുകൾ നിശ്ചയിച്ചുറപ്പിച്ചത്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തങ്ങൾക്കായി ഒരുക്കിയ ടിൻഡേലിന്റെ ബൈബിളിനെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ജനപ്രീതി വർദ്ധിക്കുന്നതനുസരിച്ച് പട്ടാളവും ആ വേദഗ്രന്ഥത്തെ തേടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ബൈബിൾ സ്വന്തമായുണ്ടെന്ന് സംശയിക്കുന്നവരുടെ ഭവനങ്ങൾ റെയ്ഡ് ചെയ്യപ്പെട്ടു. പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അങ്ങനെ ലഭിച്ചതും വില കൊടുത്തു വാങ്ങിയതുമായ ബൈബിൾ പ്രതികൾ സഭാ നേതൃത്വം പരസ്യമായി കത്തിച്ചു ചാരമാക്കി. ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി 8 ആത്മീയ ഉപദേഷ്ടാവായിരുന്ന കർദിനാൾ വോൾസ്കി ടിൻഡേൽ ഒരു പാഷണ്ഡിയാണെന്നും അദ്ദേഹത്തിന്റെ ബൈബിൾ സഭാവിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ ഈ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ബെൽജിയത്തിൽ അച്ചടി കുറെ കൂടി കുറഞ്ഞ നിരക്കിൽ സാധ്യമാണെന്ന് കണ്ട് നമ്മുടെ കഥാനായകൻ അങ്ങോട്ടേക്ക് തന്റെ ഒളിയിടം മാറ്റിയിരുന്നു. തുടർന്നുള്ള 8 വർഷങ്ങൾക്കുള്ളിൽ സകല എതിർപ്പുകളെയും നിരീക്ഷണങ്ങളെയും മറികടന്ന് 25,000 ബൈബിൾ കോപ്പികളാണ് ജനങ്ങൾക്ക് വായിക്കാനായി അദ്ദേഹം ലഭ്യമാക്കിയത്. അന്ന് ബെൽജിയം റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ചാൾസ് 5 അന്നത്തെ റോമൻ ചക്രവർത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ടിൻഡേലിനെ പിടികൂടി തങ്ങൾക്ക് കൈമാറണമെന്ന് ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി 8 അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അത് സാധ്യമല്ലെന്ന നിലപാടായിരുന്നു ചാൾസ് 5 പ്രവാസത്തിലായിരുന്ന സമയത്ത് ടിൻഡേൽ പഴയ നിയമത്തിന്റെ മൂലഭാഷയായ ഹീബ്രു പഠിക്കാൻ ആരംഭിച്ചു. അത് വിജയകരമായി പൂർത്തീകരിച്ചതോടെ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി എന്നറിയപ്പെടുന്ന ആദ്യ 5 പുസ്തകങ്ങളെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. തുടർന്നുള്ള മാസങ്ങളിൽ ജോഷുവ മുതൽ ദിനവൃത്താന്തം വരെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾക്കും യോനാ പ്രവാചകന്റെ പുസ്തകത്തിനും ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം നൽകി. വിശുദ്ധ ഗ്രന്ഥ വിവർത്തനത്തിനിടയ്ക്കും തന്റെ എഴുത്തുകളിലൂടെ രാഷ്ട്രീയവും മതപരവുമായ വിഷയങ്ങളിലെ തന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ടിൻഡേൽ ശ്രദ്ധിച്ചിരുന്നു. 1528 അദ്ദേഹം എഴുതിയ ദ ഒബീഡിയൻസ് ഓഫ് ക്രിസ്ത്യൻ മെൻ എന്ന പുസ്തകം അതിനൊരു തെളിവാണ്. ഏകാധിപത്യ പ്രവണതകളും തീവ്ര വലതുപക്ഷ ആശയങ്ങളും പ്രചുര പ്രചാരം നേടുന്ന സമകാലീന ലോകത്തിൽ ഇത് ചിന്തിക്കുമ്പോൾ വളരെ അപകടകരമെന്ന് തോന്നാവുന്ന സിസറോ പേപ്പിസം എന്ന ആശയമാണ് അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ മനുഷ്യജീവിതത്തെ പിന്നോട്ടടിക്കുന്നതും ദുരിതത്തിനാഴ്ത്തുന്നതുമായ സഭാ പഠനങ്ങളെ പ്രതിരോധിക്കാൻ രാജാവിന്റെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് അന്നത്തെ സാഹചര്യത്തിൽ ടിൻഡേൽ കരുതിയതാകാം. രാഷ്ട്രത്തിന്റെ അധികാരി തന്നെ മതത്തിന്റെയും പരമാധികാരി ആയിരിക്കണം എന്നതായിരുന്നു ആ ആശയത്തിന്റെ രത്നച്ചുരുക്കം. പുരോഹിതർ രാജാവിനോട് വിധേയത്വം പ്രഖ്യാപിക്കണമെന്നും വിശ്വാസത്തിന്റെ അവസാന വാക്ക് രാജകൽപ്പനകളായിരിക്കണമെന്നുമായിരുന്നു ടിൻഡേലിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇംഗ്ലണ്ടിൽ സഭയുടെ പിളർപ്പിന് വിത്തുഭാഗ്യ ഗ്രന്ഥമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ആശയങ്ങളുടെ ലോകത്ത് വില്യം ടിൻഡേലിന് ഒരു ഒത്ത എതിരാളിയെ നേരിടേണ്ടി വരുന്നത്. കത്തോലിക്ക സഭ വിശുദ്ധനായി വണങ്ങുന്ന കേരള സഭയിലെ യുവജന പ്രസ്ഥാനമായ KCYM സ്വർഗീയ മധ്യസ്ഥനുമായ തോമസ് മോർ ആയിരുന്നു ആ എതിർസ്വരം. ഹെൻറി 8 ചാൻസലർ ആയിരുന്നുവെങ്കിലും അടിയുറച്ച കത്തോലിക്കനും മാർപ്പാപ്പയോട്
തികഞ്ഞ വിധേയത്വം ഉള്ളവനുമായിരുന്നു മൂർ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ടിൻഡേലും തോമസ് മൂറും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിലപാടുകളുടെയും വിയോജിപ്പുകളുടെയും പേരിൽ ഇരുവരും പരസ്പരം എഴുത്തുകളിലൂടെ പോരാട്ടം തുടർന്നു പോന്നു. ഡയലോഗ് കൺസേണിംഗ് ഹെറസിസ് എന്ന മൂറിന്റെ പുസ്തക രചനയുടെ ഉദ്ദേശം തന്നെ ടിൻഡേലിന്റെ വിശ്വാസബോധ്യങ്ങളെ പാഷണ്ഡതയിൽ നിന്ന് സ്ഥാപിക്കുക, ടിൻഡേൽ ബൈബിളിലെ പദങ്ങളോടുള്ള തന്റെ കടുത്ത വിയോജിപ്പ് പരസ്യമാക്കുക എന്നിവയായിരുന്നു. ചർച്ച് എന്നതിന് കോൺഗ്രിഗേഷൻ, പ്രീസ്റ്റ് എന്നതിന് എൽഡർ, ഹോളി സ്പിരിറ്റ് എന്നതിന് കംഫർട്ടർ, ചാരിറ്റി എന്നതിന് ലവ് തുടങ്ങിയ നിരവധി വാക്കുകളുടെ ഉപയോഗത്തിന് നേരെ സഭയിൽ നിന്നും അന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. രാജാവിന്റെ സർവാധിപത്യത്തെ എതിർത്ത തോമസ് മൂറിനെ ഹെൻറി എട്ടാമൻ 1535 ജൂലൈ 6 ശിരച്ഛേദം ചെയ്തു. ടിൻഡേൽ അപ്പോൾ വിദേശത്ത് വിചാരണ നേരിട്ട് കാരാഗൃഹത്തിലായിരുന്നു. ആ കഥയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. നേരത്തെ സൂചിപ്പിച്ച ദ ഒബീഡിയൻസ് ഓഫ് ക്രിസ്റ്റ്യൻ ബെൻ എന്ന രചന ഹെൻറി എട്ടാമന്റെ കൈകളിൽ എത്തിയപ്പോൾ അതീവ സന്തുഷ്ടനായി രാജാവ് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ദിസ് ബുക്ക് ഈസ് ഫോർ മീ ആൻഡ് ഓൾ കിങ്സ് ടു റീഡ്. ടിൻഡേലിനെ തന്റെ രാജസദസ്സിന്റെ ഭാഗമാക്കാൻ രാജാവ് ആഗ്രഹിച്ചു. ജനങ്ങൾക്കിടയിൽ ടിൻഡേലിനുണ്ടായിരുന്ന സ്വീകാര്യതയും ഈ തീരുമാനത്തിന് പിന്നിലെ ഘടകമായിരുന്നു. ഹെൻറി എട്ടാമൻ തന്റെ വിശ്വസ്തനായ തോമസ് ക്രോംവെൽ വഴി സ്റ്റീഫൻ വോൺ എന്ന വ്യാപാരിയെ ഒരു രഹസ്യദൂതനായി ടിൻഡേലിന്റെ പക്കലേക്ക് അയച്ചു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരണമെന്ന രാജാവിന്റെ ആഗ്രഹത്തിന് മുന്നിൽ പക്ഷെ ടിൻഡേൽ ഒരു ഉപാധി വെച്ചു. തന്റെ ഇംഗ്ലീഷ് ബൈബിളിനെ ഔദ്യോഗികമായി അംഗീകരിച്ച് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കണം. തന്റെ നിർദ്ദേശത്തിന് മീതെ നിബന്ധന വെച്ച ടിൻഡേലിനോട് രാജാവിന് കടുത്ത അമർഷം തോന്നി. എത്രയും വേഗം അയാളെ പിടികൂടാൻ സഭാധികാരികളുമായി ചർച്ച നടത്തുകയും ചാൾസ് അഞ്ചാമന്റെ മേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തു. ഇവിടെയാണ് ഫിലിപ്പ് എന്ന ഒറ്റുകാരന്റെ കടന്നുവരവ്. പൈതൃക സ്വത്തെല്ലാം തൂർത്തടിച്ച, ബിസിനസ് എല്ലാം തകർന്ന ഒരു വ്യാപാരിയും ടിൻഡേലിന്റെ ചങ്ങാതിയുമായിരുന്നു ഫിലിപ്പ്. പണം അത്യാവശ്യമായിരുന്ന ഫിലിപ്പിന് മുൻപിൽ സഭാധികാരികൾ വാഗ്ദാനം ചെയ്ത തുകയെ പ്രതി സുഹൃത്തിനെ പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കാൻ സന്നദ്ധനാണെന്ന് സമ്മതിക്കാൻ ഫിലിപ്പിന് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കർദിനാളുമായി ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ 1535 മെയ് 21 ഫിലിപ്പ് തന്റെ ഭവനത്തിലേക്ക് ടിൻഡേലിനെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. തന്റെ രഹസ്യ സങ്കേതത്തിൽ നിന്നും അധികമൊന്നും പുറത്തിറങ്ങാത്ത ടിൻഡേൽ അന്ന് ഇറങ്ങിത്തിരിച്ചത് വഞ്ചനയുടെയും പീഡകളുടെയും ഒരു ലോകത്തേക്കായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ടിൻഡേലിനെ കാത്തുനിന്നത് ചാൾസ് അഞ്ചാമന്റെ പടയാളികളായിരുന്നു. ബ്രസൽസിലെ വിചാരണയ്ക്കിടയിൽ വിൽവൂർത്ത് കോട്ടയിലെ ഇരുട്ടറയിലാണ് ടിൻഡേലിനെ പാർപ്പിച്ചിരുന്നത്. സഭാ പണ്ഡിതർ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ ഉപദേശിച്ചു പോന്നു. ഇങ്ങനെ 16 മാസക്കാലം നീണ്ട വിചാരണയ്ക്കും പ്രേരണകൾക്കുമൊടുവിൽ 1536 ഒക്ടോബർ 6 രാവിലെ പൊതുസ്ഥലത്ത് ഒരുക്കപ്പെട്ട ഒരു ചിതയ്ക്ക് നടുവിലേക്ക് വില്യം ടിൻഡേലിനെ കൊണ്ടുവന്ന് നിർത്തി. അവിടെ വെച്ച് പട്ടാളക്കാരിൽ ഒരുവൻ കഴുത്തിൽ കയറുമുറുക്കി ആ വിപ്ലവ ശബ്ദത്തെ നിശബ്ദമാക്കി. അതിനുശേഷം അവർ ആ ചിതയ്ക്ക് തീ കൊളുത്തി. ദൈവമേ, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണ് തുറപ്പിക്കണമേ എന്നതായിരുന്നു ടിൻഡേലിന്റെ അതരങ്ങളിൽ നിന്നുയർന്ന അവസാന പ്രാർത്ഥന. ദൈവവചനത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമ്പൂർണമായി വ്യയം ചെയ്ത ആ മനുഷ്യനെ അറിയാമായിരുന്നു, രാജാവിന്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമേ നിസ്സഹായരായ സാധാരണക്കാർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണുവാൻ ഭാഗ്യമുണ്ടാകൂ. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവസാന യാചന സ്വന്തം ജനതയ്ക്ക് വേണ്ടിയുള്ള അർത്ഥനയായിരുന്നു. ടിൻഡേലിന്റെ പ്രാർത്ഥന സഫലമായത് അദ്ദേഹത്തിന്റെ മരണത്തിന് 10 മാസങ്ങൾക്കിപ്പുറം ഹെൻറി എട്ടാമൻ ബൈബിളിന്റെ സമ്പൂർണ്ണ പതിപ്പ് ഇംഗ്ലീഷിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. സഭയ്ക്ക് മേലുള്ള തന്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള രാജാവിന്റെ ഒരു ശ്രമമായി അതിനെ ചരിത്രകാരന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും മാംസമായി തീർന്ന ദൈവവചനത്തെ തങ്ങളുടെ ഭാഷയിൽ രുചിച്ചറിയാനുള്ള അവസരം സാധാരണ ജനത്തിന് അതുവഴി കൈവന്നു. 1569 ഗ്രേറ്റ് ബൈബിൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ ബൈബിളിന്റെ ആ സമ്പൂർണ്ണ പതിപ്പിൽ മൈൽസ് കവർഡേൽ എഡിറ്റ് ചെയ്തത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. പുറംചട്ടയിലാകട്ടെ ഹെൻറി എട്ടാമന്റെയും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായ തോമസ് ക്രോംവെല്ലിന്റെയും ഫോട്ടോയും പതിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ബൈബിളിന്റെ ഉള്ളടക്കം വില്യത്തിന്റെ നിന്നും പൂർണ്ണമായും കടം കൊണ്ടതായിരുന്നു. പക്ഷേ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ആ പേര് പരാമർശിച്ചിരുന്നില്ല. 1611 ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും ഏറെ സ്വാധീനിച്ച കിങ് ജെയിംസ് ബൈബിൾ പുറത്തിറങ്ങുന്നത്. വിവിധ ലോക ഭാഷകളിലേക്കുള്ള ബൈബിൾ വിവർത്തനങ്ങൾക്ക് നിദാനവും പ്രചോദനവുമായ ഈ ബൈബിൾ പരിഭാഷയുടെ പുതിയ നിയമത്തിലെ 80% പഴയ നിയമത്തിലെ 70% ടിൻഡേലിന്റെ സംഭാവനയാണ്. ബൈബിൾ വിവർത്തനം മാത്രമല്ല ടിൻഡേലിന്റെ വധത്തിന് പിന്നിലെ കാരണമെന്ന ചില വാദങ്ങളുണ്ട്. രാജ്ഞി കാതറിനെ ഉപേക്ഷിച്ച് ആനിബോളിനെ വിവാഹം ചെയ്യാനുള്ള ഹെൻറി എട്ടാമന്റെ നീക്കത്തെ തോമസ് മൂറിനെ പോലെ ടിൻഡേലും എതിർത്തു എന്ന രാഷ്ട്രീയ കാരണവും
മാർട്ടിൻ ലൂതറിന്റെ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെ പ്രചാരകനായി വർത്തിച്ചു എന്ന മതപരമായ ആരോപണവും ഈ വാദങ്ങൾക്ക് ബലം പകരുന്നവയാണ്. സത്യം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാകണമെങ്കിൽ മാതൃഭാഷയിൽ അതിനെ അറിയാൻ അവസരമൊരുക്കണമെന്ന നിലപാടിലേക്ക് സഭ വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേർന്നുവെങ്കിലും പേപ്പസിക്കെതിരെ ഉയർത്തിയ വെല്ലുവിളികളെ പരിഗണിച്ച് വില്യം ടിൻഡെയിലിനെ സഭ ഇന്നും ഒരു വിമതസ്വരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. 2002 BBC ഏറ്റവും പ്രശസ്തരായ 100 ഇംഗ്ലീഷുകാരെ തെരഞ്ഞെടുക്കാനായി ഒരു സർവേ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ 26ാം സ്ഥാനത്തേക്ക് വില്യം ടിൻഡെയിലിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ത്യാഗങ്ങളും തമസ്കരണങ്ങളും നിറഞ്ഞ ആ ജീവിതത്തിന് ഇംഗ്ലീഷ് ജനത ആദരവും അംഗീകാരവും നേർന്നു. എത്രയൊക്കെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഒന്നുറപ്പാണ്, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിളിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ടിൻഡെയിൽ എന്ന മനുഷ്യന്റെ ശരീരത്തെ ദഹിപ്പിച്ച അഗ്നിയുടെ ചൂടുണ്ട്. ഓർമ്മകളിൽ ഒരിടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ.